എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ന്യൂസിൽ ആദ്യത്തെ ന്യൂസ് നമ്മൾ നോക്കും നമ്മുടെ ഫസ്റ്റ് പേജിലുള്ള ഒരു ന്യൂസാണ്. നമ്മുടെ സിലബസിലെ സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു ന്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ആർട്ടിക്കിൾ എടുത്തേക്കുന്നത്. അപ്പം ഇത് ആക്ച്വലി ഒരു എക്സ്പെരിമെൻറ്റ് നാസയും ISROയും കൂടി ചെയ്തതിനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ വന്നേക്കുന്നത്. അപ്പം അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. ആക്ച്വലി നമ്മുടെ ചന്ദ്രയാൻ 3 ഒരു ലേസർ റെട്രോ റിഫ്ലക്ടർ അറേ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ലൊക്കേഷൻ മാപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി നാസ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലാൻഡറായിട്ടുള്ള വിക്രം എന്ന് പറയുന്ന ലാൻഡറിനെ, ചന്ദ്രയാൻ 3 ലാൻഡറായിട്ടുള്ള വിക്രമിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നാസയുടെ സ്പേസ് ക്രാഫ്റ്റിനെ പറ്റി എന്നാണ് ന്യൂസ് വന്നേക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ന്യൂസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നതെന്നാണ്. ഓക്കെ, ലേണിംഗ് ഔട്ട്കംസ് ആയിട്ട് വരുന്നത് ലൂണാർ റിക്കോണൻസൻസ് ഓർബിറ്റർ, അതാണ് നാസയുടെ ആ ഓർബിറ്റർ എന്ന് പറയുന്നത്. പിന്നെ ചന്ദ്രയാൻ 3 മിഷനെ കുറിച്ചായിരിക്കും നമ്മൾ നോക്കുന്നത്. ഓക്കെ, ലൂണാർ റിക്കോണൻസൻസ് ഓർബിറ്റർ എന്ന് പറയുന്നത് ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ്. അതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ലൂണാർ സർഫേസ് അല്ലെങ്കിൽ മൂണിൻ്റെ സർഫേസിനെ മാപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മിഷനാണ് ഇതിൻ്റെ മെയിനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് അപ് ടു 1 മീറ്റർ വരെയുള്ള ആക്യുറസിയിൽ ഇതിൽ 3D ടോപ്പോഗ്രഫിക് മോഡൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഇതിനകത്ത് ഒരു ഇതുണ്ട്, ലൂണാർ ഓർബിറ്റർ ലേസർ അലിമീറ്റർ. അപ്പോൾ ഈ ലേസർ അലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ലേസറിനെ ഇങ്ങനെ പൾസസ് ആയിട്ടാണ് ഇത് വിടുന്നത്. അതായത് നമ്മുടെ ഈ സോണാറൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ പൾസസ് ആയിട്ട് വിട്ട് കഴിയുമ്പോഴേക്കും ഇവർക്ക് ഈ ഒരു ടോപ്പോഗ്രഫിയിൽ കറക്റ്റ് ആൾട്ടിറ്റ്യൂഡും റേഞ്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇത് വെച്ചിട്ട് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഇസ്രോയുടെ ചന്ദ്രയാൻ 3 ലാൻഡറായിട്ടുള്ള വിക്രമിനെ ഇവർ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു, അതിൽ ഡിറ്റക്റ്റ് ചെയ്തു എന്നായിരുന്നു ന്യൂസ് വന്നത്. ഓക്കെ, അതാണ് എല്ലാവരുടെ ഇത് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ചന്ദ്രയാൻ 3 മിഷനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ പാസ്റ്റിലുണ്ടായിരുന്ന ചന്ദ്രയാൻ 1, 2, 3 മിഷൻസിൻ്റെ കമ്പാരിസണും കൂടി നടക്കുന്നുണ്ട്. ഓക്കെ, ചന്ദ്രയാൻ 3 മിഷനിലൂടെ ഇന്ത്യ ബിക്കെയിം ദ ഫസ്റ്റ് അല്ലെങ്കിൽ 4th നേഷൻ ടു ഡു സക്സസ്ഫുൾ സോഫ്റ്റ് ലാൻഡിങ് ഓൺ മൂൺ ചെയ്തു. പിന്നെ ഫസ്റ്റ് നേഷൻ ടു ലാൻഡ് ഓൺ ദ മൂൺസ് സൗത്ത് പോളും കൂടി ഇന്ത്യയായി. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കമ്പാരിസൺ നമുക്ക് ചെയ്യാം. കമ്പാരിസൺ ചെയ്യുമ്പോഴേക്കും ചന്ദ്രയാൻ 1 നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് 2008 ചന്ദ്രയാൻ 2 വരുന്നത് 2019 അത് ഫെയിലായി. പിന്നെ ചന്ദ്രയാൻ 3 വരുന്നത് 2023 കഴിഞ്ഞ വർഷമായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ആദ്യത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലൂണാർ സർഫേസിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തിൻ്റെ കേസിൽ അവിടെ ലൂണാർ സർഫേസിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ലാൻഡ് റോവറിനെയും കൂടി അവിടെ സൗത്ത് പോളിൽ, ഇപ്പോൾ ചന്ദ്രയാൻ 3 മിഷൻ തന്നെയായിരുന്നു അതിൻ്റെ എയിം. ഓക്കെ, അതിൽ ആദ്യത്തേനകത്ത് ഓർബിറ്ററും മൂൺ ഇമ്പാക്ട് പ്രോബും ഉണ്ടായിരുന്നു. രണ്ടാമത്തേനകത്ത് ഈ തേർഡിൻ്റെ സെയിം സാധനം തന്നെ ഓർബിറ്ററും ലാൻഡറും റോവറും ഉണ്ടായിരുന്നു. അപ്പോൾ ലാൻഡറിൻ്റെ പേരാണ് വിക്രം, റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ. അത് ജസ്റ്റ് ഓർത്തിരിക്കുക. ലാൻഡ് ചെയ്യുന്നതിന് ഉള്ള ആ ഒരു മോഡ്യൂളിനെ വിക്രം എന്ന് പറയും. ആ ലാൻഡ് ചെയ്തതിന് പുറത്ത് വരുന്നതാണ് റോവർ, അതിനെ പ്രഗ്യാൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് കീ ഫൈൻഡിങ്സ് എന്താണ്? അപ്പോൾ ഫസ്റ്റിനകത്ത് കൺഫേം ചെയ്തു ലൂണാർ വാട്ടർ ഉണ്ടെന്ന് അവർ കൺഫേം ചെയ്തായിരുന്നു. പിന്നെ ഇതിൻ്റെ ചന്ദ്രയാൻ 1 വാട്ടർ എവിഡൻസിനെ കുറച്ചുകൂടെ പ്രൂവ് ചെയ്യാനാണ് ചന്ദ്രയാൻ 2 വന്നേക്കുന്നത്. പിന്നെ ചന്ദ്രയാൻ 3 കറൻ്റ്ലി എക്സ്പ്ലോറേഷനിലാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 312 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നമായി. രണ്ടാമത്തിൻ്റെ കേസിൽ ക്രാഷ് ലാൻഡ് ചെയ്തു, പിന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മൂന്നാമത്തിൻ്റെ കേസിൽ ലാൻഡ് ചെയ്തു, 14 ദിവസം എർത്ത് ഡേയ്സ് അതവിടെ ഓപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ലോഞ്ച് വെഹിക്കിൾസ് ആണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ആദ്യത്തെ PSLV ആയിരുന്നു, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. പിന്നെ അത് GSLV Mark 3 ആയിരുന്നു. പിന്നെ LVM3. ഓക്കെ, അത് നമ്മൾ നോക്കും. LVM3നെ കുറിച്ചും നമ്മൾ നോക്കും. പിന്നെ ലാൻഡിങ് സൈറ്റ് നമ്മൾ സൗത്ത് പോളാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇതിനകത്ത് മൂന്നാമത്തെ കേസിനകത്ത് ചന്ദ്രയാൻ 3 നമുക്ക് ജപ്പാനുമായിട്ട് പിന്നെ നാസയുടെയും ESAയുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ ലാൻഡർ അല്ലെങ്കിൽ വിക്രം എക്സ്പെരിമെൻറ്റ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എക്സ്പെരിമെൻറ്റ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ബ്രീഫായിട്ട് കുറച്ച് ഒരു കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഈ രംഭ അല്ലെങ്കിൽ റേഡിയോ അനാറ്റോമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയോണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ, ഈ രംഭ എന്ന് പറയുന്നത് ചന്ദ്രയാൻ 3 ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ചന്ദ്രാസ് സർഫേസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ചാസ്റ്റ്, ഈ ഒരു കാര്യം ചന്ദ്രയാൻ 3 റിലേറ്റഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അതിൽ വിക്രം ലാൻഡറുമായിട്ട് റിലേറ്റഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി, ഇത് ഐൽസ എന്ന് പറയുന്നത് ഇവരുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ ഇതുപോലെ തന്നെ ലേസർ റിട്രോഫ്ലെക്ടർ അറേ, ഈ ലേസർ റിട്രോഫ്ലെക്ടർ അറേ എന്ന് പറയുന്നത് നാസ പ്രൊവൈഡ് ചെയ്തതാണ്. അതായത് നാസയുടെ ഇപ്പോൾ പറഞ്ഞ ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട്, അതായത് ഇവർ ലേസർ
തരുമ്പോഴേക്കും അത് റിസീവ് ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ലേസർ റെട്രോസ്പെക്ടർ അറേ. ഓക്കെ, അത് നാസ തന്നതാണെന്നും കൂടി ഓർത്തിരിക്കുക. പിന്നെ റോവറിനകത്ത് എന്താ ഉള്ളത്? ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് അല്ലെങ്കിൽ LBS, ലിബ്സ് എന്ന് പറയുന്നത് അത് കെമിക്കൽ ആൻഡ് മിനറൽ കോമ്പോസിഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. പിന്നെ ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ. അപ്പോൾ ഇത് രണ്ടുമാണ് റോവർ അല്ലാതെ പ്രഗ്യാനിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചന്ദ്രയാൻ 3 ഇതൊക്കെ റിലേറ്റഡ് ആണെന്നും കൂടി അറിഞ്ഞിരുന്നാൽ മതി. ഇതൊക്കെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ വരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പറഞ്ഞു LVM-3 കുറിച്ച് നമ്മൾ നോക്കുമെന്ന് പറഞ്ഞു, അതായത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ഇതൊരു ഹെവി ലിഫ്റ്റ് റോക്കറ്റാണ്. അല്ലെങ്കിൽ നേരത്തെ ഇതിനെ വിളിച്ചുകൊണ്ടിരുന്ന GSLV മാർക്ക് 3 എന്നായിരുന്നു. ഇതെന്ന് പറയുന്ന ഒരു 3 സ്റ്റേജ് ലോഞ്ച് വെഹിക്കിളാണ്. നമ്മൾ ലോഞ്ച് വെഹിക്കിൾസ് നോക്കുമ്പോഴേക്കും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എത്ര സ്റ്റേജാണ് ഈ ഒരു റോക്കറ്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ കേസിൽ LVM-3 ഇത് 3 സ്റ്റേജ് ആണ്. അതിൽ 2 സോളിഡ് പ്രൊപ്പല്ലൻസ് S22 സ്ട്രാപ്പോൺസ് ആണ്. പിന്നെ കോർ സ്റ്റേജ് കണ്ടക്ട് ചെയ്തേക്കുന്നത് ലിക്വിഡ് സ്റ്റേജ് ആണ്, 110 ലിക്വിഡ് സ്റ്റേജ്. അതിൽ C25 ക്രയോജനിക് എഞ്ചിൻ ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഇത് ക്രയോജനിക് ക്രയോജനിക് ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റ് ഷെയർ, അതായത് ഇസ്രോ ആക്ച്വലി ഒരു 9% ഗ്ലോബൽ ഷെയർ ഗ്ലോബൽ സ്പേസ് റേസിൽ ഒരു 9% 2030 വഴിയോടെ എത്തിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ എക്കണോമിക് ഗ്രോത്ത് എന്താണ്? ഇവർ ആദ്യം പറഞ്ഞത് ഒരു 40 ബില്യൺ നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ ഇനിഷ്യലി ചെയ്തത്. പക്ഷേ 2040 അത് ഏകദേശം $100 ബില്യൺ എക്കണോമി ആകാൻ ചാൻസ് ഉണ്ട് ഇന്ത്യ സ്പേസ് എക്കണോമി എന്നാണ് അവർ പറയുന്നത്. ഇന്റർനാഷണൽ കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചന്ദ്രയാൻ 3 സക്സസ്ഫുള്ളി ലോഞ്ച് ആയതുകൊണ്ട് വേരിയസ് കൺട്രീസ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ സിസ്റ്റം ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്റർനാഷണലി ഡിഫറെൻറ്റ്, ഇപ്പം സ്പേസ് ടെക്നോളജി ഡെവലപ്പ് ആകാത്ത കൺട്രി പോലും നമ്മുടെ ലോഞ്ച് വെഹിക്കിൾസ് ഉപയോഗിച്ചിട്ട് അവർ റോക്കറ്റ്സ് ഫയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്പേസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചാലഞ്ചസ് എന്താണ്? ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആൻസർ ഒക്കെ എഴുതും, മെയിൻസ് ആൻസർ റൈറ്റിംഗ് എഴുതുമ്പോഴേക്കും നമുക്ക് ഈ ഡേറ്റാ പോയിന്റ്സ് ഒക്കെ കൊടുക്കാം. അതായത് 8% ഡിക്രീസ് ഉണ്ട് നമ്മുടെ സ്പേസ് ടെക്നോളജി ബഡ്ജറ്റിൽ, കാരണം കഴിഞ്ഞ വർഷത്തിൽ കമ്പയർ ചെയ്യുമ്പോഴേക്കും. ഓക്കെ, മാൻ പവർ ഇഷ്യൂസ് ഉണ്ട്, അതൊരു മേജർ ഇഷ്യൂ ആണ്. കാരണം സ്റ്റാറ്റിക് ആണ്. നമുക്ക് സ്പേസ് ടെക്നോളജി അല്ലെങ്കിൽ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രോപ്പർ ആ ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള പീപ്പിളിനെ നമുക്ക് ഹയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് അഡ്വാൻസ് സ്പേസ് സ്റ്റഡീസ് പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം ആക്ച്വലി ഒരു ഡിക്ലൈനിലാണ്. അപ്പോൾ ആ ഒരു കോഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് ആ സ്ട്രീമിൽ പോകുന്ന ആൾക്കാരെ സെലക്റ്റീവായിട്ട് റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ മാൻ പവർ അതിൽ ഭയങ്കര സ്റ്റാറ്റിക്കാണ്. പിന്നെ ഗ്ലോബൽ റാങ്കിങ്ങിൽ ആക്ച്വലി ഇത്രയും അക്കംപ്ലിഷ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ടോപ്പ് 15 നമ്മൾ വരുന്നുള്ളൂ. ജസ്റ്റ് എന്താണ് നമ്മുടെ ഗ്ലോബൽ സ്പേസ് എക്കണോമിയിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെറും 2% കറൻ്റ്ലി. അതും കൂടി ഓർത്തിരിക്കുക. പിന്നെ നെക്സ്റ്റ് ന്യൂസ് നമ്മുടെ ഒരു പ്ലേസസ് ഇൻ ന്യൂസ് എന്ന നിലയിൽ ഞാൻ എടുത്തൊരു ന്യൂസാണ്. ഇത് ആക്ച്വലി റെലവൻസ് വരാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് വന്നൊരു ന്യൂസുമായിട്ടാണ് ഇതിൻ്റെ റെലവൻസ് വരുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി 2 ദിവസം മുമ്പ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ഒരു മിഷൻ അല്ലെങ്കിൽ എക്സ്പെഡിഷൻ നേവിക്ക് വേണ്ടിയിട്ട് ഇനാഗ്രേറ്റ് ചെയ്തായിരുന്നു. അത് എന്താണ്? ചാദാർ ട്രക്ക് എന്നാണ് അതിന് പറയുന്നത്. INS ശിവജി എന്ന് പറയുന്ന ഒരു സെൻട്രൽ അതിലാണ് ഈ എക്സ്പെഡിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അത് ഏകദേശം 130 ആണെന്ന് തോന്നുന്നു, 130 കിലോമീറ്ററോളം ഉള്ള ഒരു ട്രക്കാണ്. എന്നിട്ട് ഇൻ ദ എൻഡ് അവിടെ നമ്മുടെ ഫ്ലാഗ് സ്ഥാപിക്കുക അങ്ങനെയുള്ളൊരു എയിമിലൂടെയാണ് ആ ഒരു ട്രക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ന്യൂസ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ആർട്ടിക്കിൾ. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈ അഡ്വേഴ്സ് വെതർ കണ്ടീഷൻസിൽ ഇന്ത്യൻ നേവിയുടെ ചാലഞ്ചിങ് അറ്റ്മോസ്ഫിയർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഇത്. പിന്നെ ഇതിൽ 14 മെമ്പേഴ്സ് ഉണ്ട്. 11,000 ഫീറ്റിൽ നാഷണൽ ഫ്ലാഗും നേവലിൻ്റെ സിമ്പിളും എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു മിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ നമ്മൾ ഈ സംസ്കാർ എന്ന് പറയുന്ന സംസ്കാർ വാലി അല്ലെങ്കിൽ സംസ്കാർ റിവർ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ആർട്ടിക്കിൾ എടുത്തേക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ജോഗ്രഫിയോ അല്ലെങ്കിൽ പ്ലേസസ് ഇൻ ന്യൂസ് റിലേറ്റഡ് ആയിട്ട് നമുക്കിത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സംസ്കാർ റിവർ എന്താ? സംസ്കാർ റിവർ എന്ന് പറയുന്നത് ആക്ച്വലി ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് റിവർ ആണ്. അത് ആക്ച്വലി മെയിൻ റിവറിൽ ഏകദേശം അതിന് ഇക്വലൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വോളിയം ഉള്ള ഒരു റിവറാണ്. അതും കൂടി ഓർത്തിരിക്കുക. ഇത് ലഡാക്കിലാണ് എൻറ്റയർലി ഫ്ലോ ചെയ്യുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. ഇതിൻ്റെ ഒറിജിൻ എവിടെയാണ്? ഒറിജിനേറ്റിംഗ് നോർത്ത് ഈസ്റ്റ് ഓഫ് ഗ്രേറ്റ് ഹിമാലയൻ റേഞ്ച്. ഇറ്റ് ഡ്രെയിൻസ് ബോത്ത് ഹിമാലയാസ് ആൻഡ് ദ സംസ്കാർ റേഞ്ച് ഇൻ ദ സംസ്കാർ റീജിയൻ. ഇത് ഫ്ലോ ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് ടു ജോയിൻ ഇൻഡസ് റിവർ നിയർ നീമോ. അപ്പോൾ ഈ സ്ഥലങ്ങളുടെ പേരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. UPSCക്ക് ഇത് ഡയറക്റ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ഡോഡ അല്ലെങ്കിൽ ത്രിപ്സ്ലിംഗ്തി ചു അല്ലെങ്കിൽ ലങ്നാക് റിവർ. അപ്പോൾ ഇത് രണ്ടുമാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള
ട്രിബ്യൂട്ടറീസ് സംസ്കാർ റിവറിൻ്റെ. ഇത് എവിടെ ജോയിൻ ചെയ്യുന്നത്? പദം വില്ലേജിലാണ്, അപ്പർ വാലിയിലുള്ള പദം വില്ലേജിലാണ് ജോയിൻ ചെയ്തിട്ട് സംസ്കാർ റിവർ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ആക്ച്വലി നമ്മൾ നെക്സ്റ്റ് ന്യൂസും നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എയർബസ് ആൻഡ് CSIR IIP ടു കൊളാബറേറ്റ് ഓൺ പ്രൊഡ്യൂസിങ് സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ടേ തന്നെ സാഫ് ഫ്യൂവലിനെ കുറിച്ചൊക്കെ നമ്മൾ DNA പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇതിനകത്തൊരു കീ വേർഡ് ഉണ്ട്, ഹെഫ ടെക്നോളജി എന്ന് പറയുന്നത്. ഹെഫ ടെക്നോളജി എന്ന് പറയുന്നത് ഈ സാഫ് ഫ്യൂവൽ തന്നെ, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ ഫീഡ് സ്റ്റോക്കിൽ നിന്ന് സോഴ്സ് ചെയ്യുന്നു. അതേയുള്ള അതിനകത്തൊരു ആ ടെക്നോളജീനെയാണ് ഹെഫ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒന്നുകൂടെ ഈ സാഫ് ടെക്നോളജി അല്ലെങ്കിൽ സാഫ് ഏവിയേഷൻ ഫ്യൂവൽ എന്താണെന്ന് നമ്മൾ നോക്കും. സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ ആണ് ഇത്. ആക്ച്വലി റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്ക് ലൈക്ക് വേസ്റ്റ് ഓയിൽസ്, പ്ലാന്റ് ഓയിൽസ്, ആൽഗെ, അതിൽ നിന്നൊക്കെ ബയോ ബേസ്ഡ് ആയിട്ടുള്ള ജെറ്റ് ഫ്യൂവൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ സെർവ്സ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ ബ്ലെൻഡിങ് അമോണന്റ് ടു റെഡ്യൂസ് കൺവെൻഷണൽ ഫോസിൽ ജെറ്റ് ഫ്യൂവൽ യൂസേജ്, റിക്വയർസ് ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ മെത്തേഡ്സ് എന്താണ്? ഇപ്പോൾ CSIRP IRPP യൂട്ടിലൈസസ് വേരിയസ് സസ്റ്റൈനബിൾ സോഴ്സസ് ആണ്. ഒന്നെന്ന് പറയുന്നത് വേസ്റ്റ് കുക്കിംഗ് ഓയിൽസ് ഉണ്ട്, പിന്നെ നോൺ എഡിബിൾ ഓയിൽസ് ലൈക്ക് ജത്തോർഫ, കറങ്ക, മുവ, ഇങ്ങനെയുള്ള മുവ എന്ന് പറയുന്ന ഫ്ലവറിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഓയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഓയിൽസ്, നോൺ എഡിബിൾ ഓയിൽസ്, മഹുവ, പിന്നെ ആൽഗെ ഓയിൽസ്, പിന്നെ ബൈ പ്രോഡക്ട്സ് ഓഫ് പാം ഓയിൽ റിഫൈനിങ്, പിന്നെ ലെവറേജസ് ഡൊമസ്റ്റിക് എക്സ്ട്രാക്ഷൻ ആൻഡ് റിഫൈനിങ് മെത്തേഡ്സ് ടു കൺവേർട്ട് ഫീഡ് സ്റ്റോക്ക് ജെറ്റ് ഫ്യൂവൽ പ്രൊഡക്ഷൻ പ്രോസസ് ടൈലേർഡ് ടു സോഴ്സ് മെറ്റീരിയൽ ആൻഡ് ഡിസൈഡ് ഫ്യൂൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇത്രയും സോഴ്സസിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇത്രയും മെത്തേഡ്സിലൂടെയാണ് ഇവർ സാഫ് ഫ്യൂവൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ, ഈ ജത്തോർഫ അല്ലെങ്കിൽ കറങ്ക, മഹോവ, ഈ ടേംസ് പ്രിലിംസിൽ ചിലപ്പോൾ ചോദിക്കാം. കാരണം ഇത് എന്താണ്, ഈ ടേംസ് ചോദിച്ചിട്ട് ഇത് എന്താണെന്ന് ചിലപ്പോൾ ഓപ്ഷൻസ് ചോദിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്ക് നോൺ എഡിബിൾ ഓയിൽസ് ആണ് ഇത് എന്നും കൂടി ഓർത്തിരിക്കുക. അത് ജസ്റ്റ് മനസ്സിലുണ്ടായിരുന്നാൽ മാത്രം മതി. ഓക്കെ, പിന്നെ ഈ സാഫ് ഫ്യൂവലിന് അഡ്വാൻറ്റേജ് എന്താണ്? അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആണ്. സിഗ്നിഫിക്കൻ്റ്ലി ലോവർ ലൈഫ് സൈക്കിൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ആയിരിക്കും അതിൽ നിന്ന് കൊണ്ടുവരുന്നത്. ലോ സൾഫർ ആൻഡ് പർട്ടിക്കുലേറ്റ് കണ്ടന്റ് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യും. പിന്നെ എനർജി സെക്യൂരിറ്റി ആണ് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മുടെ എന്താണ് ഈ പെട്രോൾ ഇമ്പോർട്ടൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സെൽഫ് റിലയൻസിലോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ ഇതിൽ നിന്ന് ഹെൽപ്ഫുൾ ആവും. പിന്നെ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാവും റിന്യൂവബിൾ എനർജി സെക്ടറിൽ. കാരണം ഈ ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സെക്ടറാണ്. ഓക്കെ, ജസ്റ്റ് പ്ലെയിൻസ് മാത്രം കൺട്രോൾ ചെയ്യുന്നത് മാത്രമല്ല, അതിൽ ഫ്യൂവലുണ്ട്, ഫുഡിൻ്റെ സെക്ടറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. അപ്പം ഡെവലപ്മെൻറ്റിന് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് വരും, ബയോഫ്യൂൽ പ്രൊഡക്ഷനിൽ, ഏവിയേഷനിലും ഇത് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരും. പിന്നെ നമ്മുടെ ലാസ്റ്റ് ന്യൂസ് ആക്ച്വലി ജപ്പാനീസ് സ്പേസ് മിഷൻ്റെ ഒരു ഇതാണ്. അത് ഒരു അൺമാൻഡ് സ്പേസ് ക്രാഫ്റ്റ് അവർ ജപ്പാനീസിലെ ജാക്സ എവിടെയാണ് മൂണിൽ ലാൻഡ് ചെയ്യിപ്പിച്ചു എന്നാണ് ന്യൂസ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി ആ SLIM മിഷൻ അല്ലെങ്കിൽ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ മിഷനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇത് ലോഞ്ച് ചെയ്തത് സെപ്റ്റംബർ 2023 ഇതിൻ്റെ ഒരു ചന്ദ്രയാനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ വെയിറ്റ് വെറും 590 കിലോഗ്രാമാണ്. അതേസമയം ഇന്ത്യയുടെ ചന്ദ്രയാൻ മിഷൻ വാസ് 3900 കിലോമീറ്റർ. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ഡിസൈൻ ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്രിസൈസ് ലാൻഡിങ് വിത്തിൻ 100 meters ഓഫ് ചോസൻ സൈറ്റ് നിയർ ഷിയോളി ക്രേറ്റർ. അപ്പോൾ ഷിയോളി ക്രേറ്ററും കൂടി ഒരു കീവേഡായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്യൂവൽ എഫിഷ്യൻ ട്രജക്ടറി ടു മൂൺ അവർ ഇത് ചെയ്തു. ഫോളോഡ് ഓൾട്ടർനേറ്റീവ് വീക്ക് സ്റ്റെബിലിറ്റി ബൗണ്ടറി ട്രജക്ടറി ആയിരുന്നു അവർ ചെയ്തത്. പിന്നെ 4 months എടുത്തു. പിന്നെ മിനിമൽ ഫ്യൂവൽ യൂസേജ് ആയിരുന്നു ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നത്. പിന്നെ ചന്ദ്രയാൻ 4 മിഷനുമായിട്ട് ഒരു അലൈൻ ചെയ്യുന്ന രീതിയിലാണ്. നമുക്കറിയാം ചന്ദ്രയാൻ 3 ആക്ച്വലി ജാക്സമായിട്ടുള്ള ഒരു കൊളാബറേഷനാണ് നമ്മൾ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ചന്ദ്രയാൻ 4 ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവർ വിട്ട ഒരു സ്പേസ് ക്രാഫ്റ്റ് എന്ന നിലയിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ചന്ദ്രയാൻ 4 ഓൺ ഇൻഡോ ജപ്പാനീസ് വെഞ്ചർ വിൽ എക്സ്പ്ലോർ ലൂണാർ സൗത്ത് പോൾ, റിക്വയർസ് പ്രിസിഷൻ ലാൻഡിംഗ് കേപ്പബിലിറ്റി ഗിവൺ റഗ്ഡ് അൺഈവൻ ടെറൈൻ. പിന്നെ സ്ലിം നേവിഗേഷൻ ടെക്നോളജി വെച്ച് അത് ക്രൂഷ്യൽ ആയിരുന്നു ആ സക്സസ്. പിന്നെ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്? ലൂണാർ പോൾസ് കണ്ടെയ്ൻ വാട്ടർ ആൻഡ് ഐസ്, ഇമ്പോർട്ടൻറ്റ് ടാർഗറ്റ് ഫോർ ഹ്യൂമൻ അല്ലെങ്കിൽ ഫോർ റിസോഴ്സ് യൂസ്. പിന്നെ ലാൻഡിങ് ഓൺ പോളാർ ക്രേറ്റേഴ്സിൽ ലാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക. പിന്നെ അതൊരു ലാൻഡിങ് ആക്യുറസി ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു ബെഞ്ച് മാർക്ക് ആയിട്ടുള്ളൊരു ഇവൻ്റാണ്. ഇതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ജസ്റ്റ് അത് നമ്മൾ അത്രയ്ക്കൊന്ന് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് SLIM എന്ന് പറയുന്നത് ജാക്സയുടെ ഒരു മിഷനാണെന്നും കൂടി ഓർത്തിരിക്കുക. അവരുടെ ഒരു എയിം ചന്ദ്രയാൻ 4 വരുന്നതിന് മുമ്പേ ഉള്ളൊരു കൊളാബറേറ്റീവ് ഇവൻറ്റ്, അല്ലെങ്കിൽ കൊളാബറേറ്റീവ് അല്ല, അതിനൊരു മുമ്പുള്ളൊരു
ഫ്യൂ ഇവൻ്റ് ആണെന്നും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡെയിലി ന്യൂസ് അനാലിസിൽ ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ എഡിറ്റോറിയൽ അത്രയ്ക്ക് ഫോക്കസ് ചെയ്തിട്ടില്ല. എഡിറ്റോറിയൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ബേസിക്കലി സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള കോൺട്രിബ്യൂഷൻസ്, ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന നിലയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എഡിറ്റോറിയൽ പറഞ്ഞിരുന്നത്. അതൊക്കെ നമ്മൾ നേരത്തെ DNAയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇന്നത്തെ DNA എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.